Good morning to all. Today's topic is compensation principle. New welfare economicsലെ important principle ആണ് compensation principle. നമുക്കറിയാം വെൽഫെയർ എക്കണോമിക്സിലെ ഫോർമോസ്റ്റ് പ്രിൻസിപ്പിളാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി. എന്നാൽ അതിൽ പറയുമ്പോൾ അതിൻ്റെ പോരായ്മകളെ നിരത്താൻ, അതായത് പാരറ്റോ പറഞ്ഞു ഓർഡിനൽ പെർസ്പെക്റ്റീവിലായിരുന്നു വെൽഫെയർ ക്രൈറ്റീരിയ നടത്തിയത്. അതേപോലെ ഇറ്റ്സ് ഫ്രീ ഫ്രം എക്സ്പ്ലിസിറ്റ് വാല്യൂ ഓഫ് ജഡ്ജ്മെൻറ്റ്. പല ഒരു ഇൻ്റർപേഴ്സണൽ കമ്പാരിസണും ഒന്നും നൽകിയില്ല, പൊതുവായിട്ടുള്ളൊരു വെൽഫെയറിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇൻഡിവിജ്വലിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി വെൽഫെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ വഴിയാണ്. സോ ടുഡേ വി ഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ. കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ടു റിമൂവ് ദ ഇൻഡിസ്ക്രിമിനൻസി ഇൻവോൾവ് ഇൻ പാരറ്റ് ആൻഡ് ഒപ്റ്റിമ തിയറി, ആൻഡ് സെക്കൻഡ് ഈസ് such economic change that makes some individual better off and other worse off. ഒരു എക്കണോമിക് ചേഞ്ച് കാരണം ഇൻഡിവിജ്വലിനെ ബെറ്റർ ഓഫ് ചെയ്തോ വേഴ്സ് ഓഫ് ചെയ്തോ എന്നറിയാനും, സെക്കൻഡ്ലി ഇൻഡിറ്റർമിനൻസി പലതും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ഒരു ഡിറ്റർമിനൻസി അതിൻ്റെ ലിമിറ്റേഷൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി മെയിൻലി 3 എക്കണോമിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനാണ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് വൺ ഈസ് കാൾഡോർ, ഹിക്സ് ആൻഡ് സ്കിറ്റോസ്കി. ഇവർ 3 പേരാണ് ഈ പ്രിൻസിപ്പിള് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ 2 റീസണാണ് ഇതിന് മെയിനുള്ളത്. ഒന്ന്, എക്കണോമിക് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഇൻഡിവിജ്വലിനെ ബെറ്റർ ഓഫ് ആക്കുന്നോ വേഴ്സ് ഓഫ് ആക്കുന്നോ, അതേപോലെ തന്നെ പാരറ്റ് ആൻഡ് ഒപ്റ്റിമം പോലുള്ള ഡീമെറിറ്റ്സിനെ റിമൂവ് ചെയ്യാനുമാണ്. മൂവിങ് ടു ദ അസംഷൻ. An individual himself is the best judge of his satisfaction, which is independent of the satisfaction of the other. ഒരു വ്യക്തിയുടെ സാറ്റിസ്ഫാക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എപ്പോഴും ആ വ്യക്തി തന്നെയാണ് അതിന് ഉചിതം, ബെസ്റ്റ് ജഡ്ജ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷനെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഇൻഡിവിജ്വൽ ഹിംസെൽഫ് തന്നെയാണ്. സെക്കൻഡ് അസംഷൻ ഈസ് കൺസിസ്റ്റൻറ്റി ഓഫ് ദി ടേസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ. വ്യക്തികളുടെ ഇൻഡിവിജ്വൽസിൻ്റെ ടേസ്റ്റ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. തേർഡ്ലി ഓർഡിനൽ മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി മെഷർമെൻറ്റ് ചെയ്യുന്ന ഓർഡിനൽ രീതിയിലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഓർ റാങ്ക്ഡ് 1, 2, 3 യൂട്ടിലിറ്റി അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്തില് ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റീസ് ആർ നോട്ട് പോസിബിൾ. അതായത് 2 വ്യക്തികൾ തമ്മിൽ യൂട്ടിലിറ്റീസ് കമ്പയർ ചെയ്യാൻ ഇവിടെ സാധ്യമല്ല. ദർ ഈസ് ആൻ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണാലിറ്റീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ. പ്രൊഡക്ഷനിലും കൺസപ്ഷനിലും എക്സ്റ്റേണാലിറ്റീസ് ആബ്സെൻ്റ് ആണ്, പുറത്തു നിന്നൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവുന്നില്ല. സിക്സ്ത് വൺ, ദർ ക്യാൻ ബി സെപ്പറേഷൻ ഓഫ് ദി പ്രോബ്ലംസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഫ്രം ദോസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്ഷനെയും എക്സ്ചേഞ്ചിനെയും ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സെപ്പറേറ്റ്ലി അനലൈസ് ചെയ്യുന്ന വഴി ഇതിലൂടെ ആ ഒരു ഇൻഡിവിജ്വൽ ബെറ്റർ ഓഫും വേഴ്സ് ഓഫും അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലെവൽ ഓഫ് സോഷ്യൽ വെൽഫെയർ ഈസ് എ ഫങ്ഷൻ ഓഫ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. എത്രമാത്രമാണോ സോഷ്യൽ വെൽഫെയർ ഉണ്ടാവുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓർ ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ഫങ്ഷനായിട്ടാണ് സോഷ്യൽ വെൽഫെയറിനെ നമ്മൾ കണക്കാക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ നമുക്ക് കൂടിക്കഴിഞ്ഞാൽ, ഈ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ വെൽഫെയറും കൂടുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ലാസ്റ്റ് അസംഷൻ ഈസ് ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഹാവ് നോ ഇഫക്റ്റ് ഓൺ സോഷ്യൽ വെൽഫെയർ. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും സോഷ്യൽ വെൽഫെയറിനെ അഫക്റ്റ് ചെയ്യില്ല. സോഷ്യൽ വെൽഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽബീയിങ്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യില്ലെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുമ്പം നമ്മുടെ ടോട്ടൽ GDP, ഹൗ ടോട്ടൽ GDP ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് പോപ്പുലേഷൻ. അതായത് പോപ്പുലേഷന് പ്രൊപ്പോർഷനായി എങ്ങനെയാണ് ടോട്ടൽ GDP ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരിക്കലും സോഷ്യൽ വെൽഫെയറിനെ അഫക്റ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 8 assumption which include an individual himself is the best judge, and secondly consistency of taste of the individuals. ഇൻഡിവിജ്വൽസിൻ്റെ ടേസ്റ്റ് സെയിം ആയിരിക്കും.
യൂട്ടിലിറ്റി മെഷർമെൻറ്റ് ചെയ്യുന്നത് ഓർഡിനൽ രീതിയിലായിരിക്കും. ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി ഒരിക്കലുമില്ല. അതേപോലെ തന്നെ എക്സ്റ്റേണാലിറ്റി ഇൻ പ്രൊഡക്ഷനിലും കൺസപ്ഷനിലും എക്സ്റ്റേണാലിറ്റീസ് ഇല്ല. ആൻഡ് പ്രൊഡക്ഷൻ്റെയും എക്സ്ചേഞ്ചും ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോഷ്യൽ വെൽഫെയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ലെവൽ ഓഫ് പ്രൊഡക്ഷനാണ്. ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൻ്റെ ചേഞ്ച് ഒരിക്കലും സോഷ്യൽ വെൽഫെയറിനെ ഇഫക്റ്റ് ചെയ്യത്തില്ല. അതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. എങ്ങനെയാണോ ഇൻകം ചെയ്യുന്നത് അതൊരിക്കലും സൊസൈറ്റിയുടെ വെൽഫെയറിന് ചേഞ്ചസ് ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. Now we are moving to the first compensation principle introduced by Nicholas Kaldor and J.R. Hicks. They have put forward the welfare criteria based upon compensating payment in 1939. 1939 കോമ്പൻസേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്രൈറ്റീരിയോൺ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ്സ് എ കമ്പാരിസൺ മോഡലാണ്. നമ്മളൊരു ടേബിളിലാണ് ഇത് അറേഞ്ച് ചെയ്തത്. ഫസ്റ്റ് കാൾഡോസ് ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ഇൻ കാൾഡോസ് ക്രൈറ്റീരിയ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഓർ എത്തിക്കൽ ഡിസിഷൻ whether the compensation has been actually paid or not to the losses. ആരാണോ പെയ്ഡ് ചെയ്തത് അവരുടെ ബേസിസിലായിരിക്കും ഈ ഒരു കോമ്പൻസേഷൻ ക്രൈറ്റീരിയ നമ്മൾ അഥവാ വെൽഫെയർ ക്രൈറ്റീരിയ നമ്മൾ കാൾഡോർസിൻ്റെ ക്രൈറ്റീരിയയിൽ അനലൈസ് ചെയ്യുന്നത്. അത് പൊളിറ്റിക്കലും ആവാം എത്തിക്കൽ രീതിയിലും ആവാം. കാൾഡോർ ഫോർമുലേറ്റ് ക്രിയേറ്റ് വ്യൂ പോയിന്റ് ഓഫ് ദി ഗെയിനേഴ്സ്. കാൾഡോർ തൻ്റെ ക്രൈറ്റീരിയ ഫോർമുലേറ്റ് ചെയ്ത് ഗെയിനേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഹിക്സ് ആണെങ്കിൽ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ലൂസേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ആണ് അനലൈസ് ചെയ്യുന്നത്. അഗൈൻ കാൾഡോർ പറയുന്നു എ ചേഞ്ച് ഇൻ എക്കണോമിക് കോമ്പൻസേഷൻ ഓർ പോളിസി മേക്ക് സം പീപ്പിൾ ബെറ്റർ ഓഫ് ആൻഡ് അതേഴ്സ് വേഴ്സ് ഓഫ് ദെയർ വിൽ ബി നെറ്റ് ഇൻക്രീസ് ഇൻ ദ സോഷ്യൽ വെൽഫെയർ. അതായത് കാൾഡോർ പറയുന്നത് ഒരു എക്കണോമിക് ഓർഗനൈസേഷനിലോ അഥവാ പോളിസിയിലോ നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് സം പീപ്പിൾ ബെറ്റർ ഓഫ്, ചില ആളുകൾ എന്ത് സംഭവിക്കുക അവർക്ക് ബെറ്റർ ഓഫ്, അതിൽ നിന്നൊരു ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അതേസിന് ഒരു വേഴ്സ് ഓഫ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ബെറ്റർ ഓഫ് ആയി കഴിയുമ്പോൾ നെറ്റ് ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. അപ്പോൾ സോഷ്യൽ വെൽഫെയറിൽ ഒരു ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഒരു എക്കണോമിയിൽ പോളിസി ചേഞ്ച് ആയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ബെറ്റർ ഓഫ് ഉണ്ടാകുന്നു, ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നു. ആ ഒരു ഇൻക്രീസ് ഉണ്ടായതിൽ നിന്ന് ഗെയിനേഴ്സ് ഹാവ് ടു കോമ്പൻസേറ്റ് ദ ലൂസേഴ്സ്. ലോസ് ആയവർക്ക് ഒരു കോമ്പൻസേഷൻ നൽകണമെന്നാണ് കാൾഡോർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നേരത്തെക്കാട്ടിലും ഒരു ബെറ്റർ ഓഫ് ഉണ്ടാകുമെന്നാണ് കാൾഡോർ അനലൈസ് ചെയ്യുന്നത്. എക്കണോമിക് പോളിസിയിൽ ചേഞ്ച് ഉണ്ടാകുന്നു. ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ സം പീപ്പിൾ ബെറ്റർ ഓഫ് ആവുന്നു. ആ ബെറ്റർ ഓഫ് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗെയിനേഴ്സ് അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ലൂസേഴ്സിന് കോമ്പൻസേഷൻ നൽകുന്നു. അങ്ങനെ സ്റ്റിൽ ബെറ്റർ ഓഫ് ദാൻ ബിഫോർ, നേരത്തെക്കാട്ടിലും ബെറ്റർ ഓഫ് ഉണ്ടാകുന്നു സൊസൈറ്റിയിൽ. എന്നാൽ ഹിക്സിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിക് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സം പീപ്പിൾ ബെറ്റർ ഓഫ് ആവുന്നു, അതേപോലെ തന്നെ മറ്റുള്ളവർ അതേസ് വേഴ്സ് ഓഫും ആകുന്നു. അങ്ങനെ വരുമ്പോൾ ലൂസേഴ്സ് കനോട്ട് ബ്രൈബ് ഗെയിനേഴ്സ്. ലൂസേഴ്സിന് ഒരിക്കലും ഗെയിനേഴ്സിൽ നിന്ന് ബ്രൈബ് ചെയ്ത് ദാറ്റ് മീൻസ് കൈക്കൂലിയായിട്ട് വാങ്ങാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്തില്ല എങ്കിൽ കൂടിയും ഒരു നെറ്റ് വെൽഫെയർ ഇൻക്രീസ് ആയിട്ടുണ്ട് സൊസൈറ്റിയിൽ എന്നാണ് ഹിക്സ് പറയുന്നത്. എക്കണോമിക് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് ദാറ്റ് മീൻസ് ഗെയിനേഴ്സ് ലൂസേഴ്സിന് നൽകിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഓവറോൾ ചേഞ്ച് ആ ഒരു പോളിസി ചേഞ്ച് കാരണം സൊസൈറ്റിയിലുള്ള എല്ലാ മേഖലയിലുള്ളവർക്കും സെയിം ആയിട്ടായിരിക്കും ഇഫക്റ്റ് ഉണ്ടാകും. ദാറ്റ് മീൻസ് പോസിറ്റീവ് രീതിയിൽ തന്നെ ഇഫക്റ്റ് ഉണ്ടാകും. എന്നാൽ ഹിക്സിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മൾ പറയുമ്പോൾ ഗെയിനേഴ്സ് ഒരിക്കലും ലൂസേഴ്സിന് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി സൊസൈറ്റിയിൽ ഒരു എക്കണോമിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുമൂലം എന്തായാലും ഗെയിനേഴ്സിൻ്റെ ആ ഒരു ഗെയിൻ കാരണം നെറ്റ് വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി ഇൻക്രീസ് ചെയ്ത് കാണും എന്നാണ് ഹിക്സിൻ്റെ പെർസ്പെക്റ്റീവ് ഓഫ് ഓർ ക്രൈറ്റീരിയൻ ഓഫ് വെൽഫെയർ എന്ന് പറയുന്നത്. സിൻസ് ദേ എസെൻഷ്യലി മീൻ ദ സെയിം, ദിസ് ക്രൈറ്റീരിയ ഈസ് ഓഫൺ കോൾഡ് കാൾഡോർ ഹിക്സ് ക്രൈറ്റീരിയ. അവർ രണ്ടുപേരും ഏകദേശം സെയിം തന്നെയാണ്. പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഒന്ന് ഗെയിനേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ്, മറ്റൊന്ന് ലൂസേഴ്സിൻ്റെ പെർസ്പെക്റ്റീവും ആയതുകൊണ്ട് തന്നെ ഒരു എസെൻഷ്യലി ആകത്തുകയായിട്ട് സെയിം മീനിങ് ആണ് അവിടെ പറയുന്നത്. ഒരു എക്കണോമിക് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നെറ്റ് വെൽഫെയർ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു ക്രൈറ്റീരിയ രണ്ടുപേരുടെ ക്രൈറ്റീരിയ ഒരുമിച്ചാക്കി കാൾഡോർ ഹിക്സ് ക്രൈറ്റീരിയ ആണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഒരു ഡൗൺവേർഡ് കർവിംഗ് ആണ്. ഇതിൻ്റെ പേര് RS എന്നാണ്. ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. എക്സ് ആക്സിസ് എസ് യൂട്ടിലിറ്റി കർവിനെയും വൈ ആക്സിസ് ബിയുടെ യൂട്ടിലിറ്റി കർവിനെയും കാണിക്കുന്നു. ബി എന്ന് പറയുന്ന രണ്ട് ഇൻഡിവിജ്വലാണ്. മൂവ്മെൻറ്റ് ഡൗൺവേർഡ് അലോങ് ദ RS ഷോസ്. ഈ ആറിൻ്റെ എസിനെ നമ്മൾ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ഇൻ ദ യൂട്ടിലിറ്റി ഓഫ് എ. ഡൗൺവേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ ഫാൾ ഇൻ ദ യൂട്ടിലിറ്റി ഓഫ് ബി. ബിയുടെ യൂട്ടിലിറ്റി കുറയുന്നു.
ബിയുടെ ഡിക്രീസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. വൈസ് വേഴ്സ അലോങ് ദ എസ് ആർ. ഇനി എസ് ആർ രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എയുടെ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, ബിയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ദീസ് മൂവ്മെൻറ്റ് അലോങ് ദ യൂട്ടിലിറ്റി പോസിബിലിറ്റി കർവ് മേ ബി ഓൺ അക്കൗണ്ട് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അപ്പോൾ ഇതിന് പ്രധാന കാരണം ഇൻകത്തിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ കാരണമാണ് ഈ ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഈ ഒരു കർവിലെ ചില പോയിൻറ്റ്സ് ആണ് അനലൈസ് ചെയ്യുന്നത്. ദ പോയിൻറ്റ്സ് ആർ ഡി, ഇ, ജി, എഫ്. 4 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. പോയിൻറ്റ് ഇ, എഫ്, ജി ഓൺ ആർ എസ്. ആർ എസിലെ ഇ, എഫ്, ജി എന്ന 3 പോയിൻറ്റ്സ് നോക്കുമ്പോൾ പ്രിഫറബിൾ ടു ദ പോയിൻറ്റ് സി ഓൺ ദ ബേസിസ് ഓഫ് പാരറ്റൺ ക്രൈറ്റീരിയ. പാരറ്റൺ ക്രൈറ്റീരിയ പ്രകാരം പോയിൻറ്റ് സിയിൽ നിന്ന് ഇ, എഫ്, ജി എന്ന് പറയുന്ന ഒരു പ്രിഫറബിൾ പോയിൻ്റാണ്. ഐ മീൻ പാരറ്റൺ ഒപ്റ്റിമാലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ്. ഇഫ് യു മൂവ് അലോങ് സി ടു ഡി, അതായത് സിയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ബി ഒരു ഗെയിനർ ആയിരിക്കും, കോമ്പൻസേറ്റ് ചെയ്യുന്നു എ എന്ന ലൂസറിന് വേണ്ടി. ആൻഡ് സ്റ്റിൽ ബി ബെറ്റർ ഓഫ് ദാൻ അറ്റ് സി. സിയെക്കാട്ടിലും കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സി എന്ന പോയിൻറ്റിനെക്കാട്ടിലും ബെറ്റർ ഓഫ് ആയിരിക്കും. ആ ഒരു സി ഡി എന്ന മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ് ഈ ഒരു എ ലൂസർ ആവുകയും ബി ഗെയിനർ ആവുകയും ചെയ്യുന്നത്. സോ കെ എച്ചിൻ്റെ ക്രൈറ്റീരിയ പ്രകാരം ബി എക്ക് കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. ആ ഡിസ്ട്രിബ്യൂഷൻ കാരണം മൂവ്മെൻറ്റ് ഫ്രം ഡി ടു ഇ ഉണ്ടാകും. അവിടെ എയുടെ യൂട്ടിലിറ്റി സെയിം ആവുന്നു, എന്നാൽ ബിയുടെ ബെറ്റർ ഓഫ് ചെയ്യുന്നു, മുമ്പിലത്തെക്കാട്ടിലും ബെറ്റർ ഓഫ് ഉണ്ടാകുന്നു ബിക്ക്. ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ദർ ഇസ് നെറ്റ് ഇൻക്രീസ് ഇൻ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. അതായത് ഡിയിൽ നിന്ന് ഇയിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, അപ്പോൾ എയുടെ യൂട്ടിലിറ്റി സെയിം ആവുന്നു, എന്നാൽ ബിയുടെ നേരത്തെക്കാട്ടിലും ബെറ്റർ ഓഫ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ സൊസൈറ്റിയുടെ വെൽഫെയർ നെറ്റ് ഇൻക്രീസ് ഉണ്ടാകുന്നു ജസ്റ്റ് ബൈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ആ ഇൻകത്തിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ കാരണം വെൽഫെയറിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. മൂവ്മെൻറ്റ് ഫ്രം ഡി ടു ജി വിൽ റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ ബിക്കോസ് ദറ്റ് എ ആൻഡ് ബി ബോത്ത് ആർ ബെറ്റർ ഓഫ് ദാൻ ഒറിജിനൽ സി. ഇനി ഇതേ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഡി ടു ജി ചെയ്താലും എയും ബിയും ബെറ്റർ ഓഫ് ചെയ്യും നേരത്തെക്കാട്ടിലും എന്നാണ് പറയുന്നത്. ബിക്കോസ് ദ ഒറിജിനൽ പൊസിഷൻ സി തന്നെ നിൽക്കുന്നിടത്തോളം കാലം എക്കും ബിക്കും ബെറ്റർ ഓഫ് ആണ് ഉണ്ടാകുന്നത്. ഈവൻ ദോ എ റിമൈൻസ് സെയിം ആണെങ്കിൽ പോലും ബി നേരത്തെക്കാട്ടിലും ബെറ്റർ ഓഫ് ചെയ്യുന്നു എന്നാണ് അവരുടെ ഒരു അനാലിസിസ്. സോ ഇൻ കൺക്ലൂഷൻ വി ക്യാൻ സേ ദാറ്റ് കാൾഡോർ ഹിക്സ് ക്രൈറ്റീരിയ പറയുന്നത് ഒരു സൊസൈറ്റിക്ക് വെൽഫെയർ ഇൻക്രീസ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ പറയുന്നത് ഒരു കോമ്പൻസേഷൻ ആക്ച്വലി പേ ചെയ്തതിന് ബേസ്ഡ് അല്ല ജഡ്ജ് ചെയ്യേണ്ടത്. ഒരു കോമൺ എക്കണോമിക് ചേഞ്ച് ഉണ്ടായി കഴിയുമ്പോൾ ഗെയിനേഴ്സ് ലൂസേഴ്സിന് കോമ്പൻസേഷൻ നൽകി കഴിഞ്ഞിട്ടല്ല നമ്മൾ ആ ഒരു സൊസൈറ്റിയിൽ വെൽഫെയർ ഉണ്ടായോ ഇല്ലയോ എന്ന് ജഡ്ജ് ചെയ്യേണ്ടത്. ദ ഒൺലി റിക്വയർമെൻറ്റ് ഈസ് ദാറ്റ് ഗെയിനേഴ്സ് ഷുഡ് ബി പൊട്ടൻഷ്യലി ഏബിൾ ടു കോമ്പൻസേറ്റ് ദ ലോസേഴ്സ് ഫോർ ദ ലോസ് ഇൻ ഹിസ് വെൽഫെയർ ആൻഡ് സ്റ്റിൽ ബി ബെറ്റർ. അതായത് ഏതൊരു സാഹചര്യത്തിലാണോ ലോസ് ആയ വ്യക്തിക്ക് ഗെയിനർ പൊട്ടൻഷ്യലി ഏബിൾ ടു പേ കോമ്പൻസേഷൻ, അതായത് ആ ഒരു ഗെയിനറിന് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് എന്ന് തോന്നി. അത് നമുക്കിപ്പോൾ ഒരു കാശിൻ്റെ അത്യാവശ്യം വന്നു, നമ്മൾ കാശിൻ്റെ അത്യാവശ്യം വന്ന് നമ്മുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തിനോട് നമ്മൾ ചോദിക്കും, മേ ബി ഈ നോട്ട് ബി റിച്ച്, ആ വ്യക്തി റിച്ച് ആയിരിക്കണമെന്നില്ല, എന്നിരുന്നാലും നമ്മൾക്ക് അന്നേരം നമുക്ക് സഹായിക്കും എന്ന് നമുക്ക് കഴിവുണ്ട്, ആ വ്യക്തിക്ക് കഴിവുണ്ടല്ലേ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നീ കൊടുത്താൽ തന്നെ ആ ഗെയിനറും സ്റ്റിൽ ബി ബെറ്റർ ഓഫ് ആണെങ്കിൽ മാത്രമേ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ആയി എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ അതർവൈസ് ഒരു പക്ഷേ എക്കണോമിക് ചേഞ്ച് ഉണ്ടായാൽ തന്നെ ലോസ് വെൽഫെയർ ഗെയിനറിന് നൽകാൻ കഴിയുന്നില്ല എന്നത്തെ ആ ഒരു അവസ്ഥയാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനും പറ്റും. Next, we are moving to weaknesses in Kaldor-Hicks criteria. Kaldor-Hicks criteria, the weaknesses. Firstly, this criterion implicitly assumes that marginal utility of money is same for all individuals. എല്ലാ വ്യക്തികളും സൊസൈറ്റിയിലെ എല്ലാ ഇൻഡിവിജ്വൽസിനും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി, ദാറ്റ് ഈസ് അഡീഷൻ ടു ഇൻക്രീസ് മണി ഗെയിൻ ചെയ്യാനുള്ള യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ റിയൽ ലൈഫിൽ ഇതൊരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദിസ് അസംപ്ഷൻ ഈസ് അബ്സേർഡ് ആൻഡ് അൺറിയലിസ്റ്റിക് ഇൻ നേച്ചർ. സെക്കൻഡ് വീക്ക്നെസ് ഈസ് Kaldor-Hicks criteria suggests potential compensation rather than actual compensation. ഒരു പൊട്ടൻഷ്യാലിറ്റി മാത്രമേ ഒരു കോമ്പൻസേഷൻ റേറ്റിൽ പറയുന്നുള്ളൂ, എന്നാൽ ആക്ച്വലി എത്രമാത്രം കോമ്പൻസേറ്റ് ചെയ്യണം എന്നൊരു റിയാലിറ്റി ക്രൈറ്റീരിയയിലൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തേർഡ് ഡിമെറിറ്റ് ഈസ് ദിസ് ക്രൈറ്റീരിയൻ ഇവാലുവേറ്റ്സ് ഗെയിൻ ഓർ ലൂസസ് ഡ്യൂ ടു ആൻ എക്കണോമിക് ചേഞ്ച് ഇൻ മോണിറ്ററി ടേംസ് ഓർ മണി ടേംസ്. മണി ടേംസിലുള്ള എക്കണോമിക് ചേഞ്ചസിലൂടെയാണ് ഗെയിനേഴ്സിനെയും ലൂസേഴ്സിനെയും ഈ ഒരു ക്രൈറ്റീരിയൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നാൽ റിയൽ വാല്യൂ ഓഫ് ഗെയിൻ ആൻഡ് ലോസസ് ഹാവ് ബീൻ ഓവർലുക്ക്ഡ്.
എന്നാൽ എത്രമാത്രം വാല്യൂ ഓഫ് ഗെയിനും ലോസും ഉണ്ടായി എന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ക്രൈറ്റീരിയയിലുണ്ട്. ഫോർത്ത് ഡിമെറിറ്റ് ഈസ് ദിസ് ക്രൈറ്റീരിയൻ ഇഗ്നോർ ദ എക്സിസ്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഓഫ് ദി കമ്മ്യൂണിറ്റി. അതായത് ഇപ്പോൾ സൊസൈറ്റിയിൽ അഥവാ കമ്മ്യൂണിറ്റിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എങ്ങനെയാണെന്നുള്ള നിലവിലുള്ള ഒരു അവസ്ഥയെപ്പറ്റി അത് പറഞ്ഞിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. If the income distribution is unequal, the compensation by the gainers paid to losers will fail to offset the loss on account of differences in the marginal utility of money in case of rich and poor. ഇപ്പോൾ ഒരു അൺഈക്വൽ രീതിയിലാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ സൊസൈറ്റിയിലുള്ളതെങ്കിൽ ഗെയിനേഴ്സ് അഥവാ റിച്ച് പീപ്പിൾ ലൂസേഴ്സിന് കോമ്പൻസേഷൻ നൽകി കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു മാർജിനൽ ഒരു വെൽഫെയർ ഇൻക്രീസ് ചെയ്യും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡിഫറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആണ് റിച്ചിലും പൂവറിലും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ ഒരു വെൽഫെയർ ക്രൈറ്റീരിയ ഉണ്ടായി എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് പ്രധാനമായ കാരണം ഡിഫറൻസസ് ഇൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി, റിച്ചിൻ്റെയും പൂവറിൻ്റെയും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയുടെ ഡിഫറൻസസ് മൂലമാണ് നമുക്ക് അങ്ങനെ ഒരു അൺഈക്വൽ ആണെങ്കിൽ ഡിഫറൻസസ് തീർച്ചയായും ഗെയിൻ ചെയ്ത ആൾ ലൂസറിന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് അൺഈക്വൽ സിറ്റുവേഷനിലേക്കാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ അറിയാത്തതുകൊണ്ട് തന്നെ ആരാണ് ഗെയിനർ ആരാണ് ലൂസർ എന്ന് മനസ്സിലാക്കിയാൽ പോലും എക്സ്ചേഞ്ച് അഥവാ കോമ്പൻസേഷനോട് വാലിഡിറ്റി ഉണ്ടാവുന്നില്ല. Remaining Skidowski paradox and Skidowski double criterion will be explained in coming videos. Thank you for watching this video.